ആവേശ പെരുമഴയിൽ തലസ്ഥാന നഗരി. ജനനായകനെ വരവേൽക്കാൻ അനന്തപുരി ഒരുങ്ങിക്കഴിഞ്ഞു. ബി.ജെ.പി. നേതൃത്വം പ്രഖ്യാപിച്ചതുപോലെ നഗരസഭാ ഭരണം പിടിച്ചതിനു പിന്നാലെ പ്രധാനമന്ത്രി നരേന്ദ്രമോദി ഇന്ന് തിരുവനന്തപുരത്തെത്തും. രാവിലെ 10:45 പുത്തരിക്കണ്ടം മൈതാനിയിലെ പ്രത്യേക വേദിയിലാണ് പ്രധാനമന്ത്രിയുടെ ഔദ്യോഗിക പരിപാടികൾ. പുതിയ അമൃത് ഭാരത് ട്രെയിനുകൾ അദ്ദേഹം ഫ്ളാഗ് ഓഫ് ചെയ്യും. തുടർന്ന് PM സ്വാനിധി ക്രെഡിറ്റ് കാർഡ് പുറത്തിറക്കും. തിരുവനന്തപുരത്തെ CSIR NIIST ഹബിനും ശ്രീചിത്രയിലെ അത്യാധുനിക റേഡിയോ സർജറി സെന്ററിനും പ്രധാനമന്ത്രി തറക്കല്ലിടും. പൂജപ്പുര ഹെഡ് പോസ്റ്റ് ഓഫീസ് ഉദ്ഘാടനം ചെയ്യും. BJP പ്രവർത്തകരും നേതാക്കളും പങ്കെടുക്കുന്ന സമ്മേളനത്തെയും അദ്ദേഹം അഭിസംബോധന ചെയ്യും. രാവിലെ 10 മണിയോടെ വിമാനത്താവളത്തിലെത്തുന്ന അദ്ദേഹത്തെ ഗവർണർ രാജേന്ദ്ര വിശ്വനാഥ് അർലേക്കർ, മുഖ്യമന്ത്രി പിണറായി വിജയൻ, മേയർ VV രാജേഷ് തുടങ്ങിയവർ ചേർന്ന് സ്വീകരിക്കും. തമ്പാനൂർ ഓവർബ്രിഡ്ജിൽ നിന്നും പുത്തരിക്കണ്ടം വരെ റോഡ് ഷോയുമുണ്ട്. പുത്തരിക്കണ്ടത്ത് 2 സ്റ്റേജുകളിലായാണ് പരിപാടികൾ നടക്കുന്നത്. ഔദ്യോഗിക പരിപാടിക്കായി ഒരു സ്റ്റേജും മറ്റൊന്ന് BJPയുടെ പൊതുപരിപാടിക്കായും. വികസന പദ്ധതികളുടെ പ്രഖ്യാപനം നടക്കുന്ന വേദിയിൽ പ്രത്യേകം ക്ഷണിക്കപ്പെട്ടവർക്ക് മാത്രമേ പ്രവേശനമുള്ളൂ. സമ്മേളന വേദിയിൽ എല്ലാവർക്കും പ്രവേശനം അനുവദിച്ചിട്ടുണ്ട്. 25,000 പ്രവർത്തകർ സമ്മേളനത്തിൽ പങ്കെടുക്കും. തിരുവനന്തപുരം നഗരസഭാ ഭരണം ചരിത്രത്തിൽ ആദ്യമായി BJPക്ക് ലഭിച്ച പശ്ചാത്തലത്തിൽ പ്രധാനമന്ത്രിയുടെ ഈ സന്ദർശനം BJP പ്രവർത്തകർക്ക് വലിയ ആവേശമാണ് നൽകുന്നത്. വരാനിരിക്കുന്ന നിയമസഭാ തിരഞ്ഞെടുപ്പ് ലക്ഷ്യമിട്ട് കൃത്യമായ രാഷ്ട്രീയ കാഴ്ചപ്പാടോടെയാണ് ഈ സന്ദർശനമെന്നാണ് വിലയിരുത്തൽ. നഗരസഭാ ഭരണം ലഭിച്ചാൽ 45 ദിവസത്തിനകം പ്രധാനമന്ത്രിയെ നഗരത്തിലെത്തിക്കുമെന്ന് BJP നേതൃത്വം നേരത്തെ പ്രഖ്യാപിച്ചിരുന്നു. ഈ വാഗ്ദാനം പാലിച്ചുകൊണ്ട് മേയർ VV രാജേഷ് അധികാരമേറ്റ 27ാം ദിനമാണ് നരേന്ദ്രമോദി എത്തുന്നത്. ചരിത്രത്തിൽ ആദ്യമായി BJPയുടെ ഒരു മേയർ പ്രധാനമന്ത്രിയെ സ്വീകരിക്കുമെന്ന സവിശേഷതയും ഈ സന്ദർശനത്തിനുണ്ട്. മേയർ VV രാജേഷ് തിരുവനന്തപുരം നഗരത്തിന്റെ വികസനത്തിനായുള്ള ഒരു സമഗ്ര രേഖ പ്രധാനമന്ത്രിക്ക് കൈമാറും. തിരുവനന്തപുരം നഗരത്തിന്റെ മുഖച്ഛായ മാറ്റാൻ ലക്ഷ്യമിട്ടുള്ള ഈ പദ്ധതിയിൽ വിവിധ ഇന്ത്യൻ നഗരങ്ങളിലെ വിജയകരമായ മാതൃകകൾ ഉൾപ്പെടുത്തിയിട്ടുണ്ട്. നിലവിലുള്ള സംവിധാനങ്ങളെ കൂടുതൽ ഫലപ്രദമാക്കി മാറ്റിക്കൊണ്ട് നഗരവികസനം സാധ്യമാക്കാനാണ് BJP ഭരണസമിതി ലക്ഷ്യമിടുന്നത്. സംസ്ഥാനത്തിന് അനുവദിച്ച 4 പുതിയ ട്രെയിനുകളുടെ ഫ്ളാഗ് ഓഫ് പ്രധാനമന്ത്രി ഈ സന്ദർശനത്തിൽ നിർവഹിക്കും. തിരുവനന്തപുരം താമ്പരം അമൃത് ഭാരത്, തിരുവനന്തപുരം ഹൈദരാബാദ് അമൃത് ഭാരത്, നാഗർകോവിൽ മംഗളൂരു അമൃത് ഭാരത് ഇവയ്ക്ക് പുറമെ ഗുരുവായൂർ തൃശൂർ പാസഞ്ചർ ട്രെയിനിന്റെ ഫ്ളാഗ് ഓഫും അദ്ദേഹം നിർവഹിക്കും. പുത്തരിക്കണ്ടം മൈതാനത്താണ് BJPയുടെ പൊതുസമ്മേളനം സംഘടിപ്പിച്ചിരിക്കുന്നത്. ഇതിനു മുന്നോടിയായി ഓവർബ്രിഡ്ജിൽ നിന്നും പുത്തരിക്കണ്ടത്തേക്ക് പ്രധാനമന്ത്രിയുടെ റോഡ് ഷോ നടക്കുമെന്ന് BJP നേതൃത്വം അറിയിച്ചിട്ടുണ്ട്. കേരളത്തിലെ വികസന കാര്യത്തിൽ കേന്ദ്ര സർക്കാർ ഒപ്പമുണ്ടാകുമെന്ന സന്ദേശം രാഷ്ട്രീയ പാർട്ടി പരിപാടികൾക്കൊപ്പം ഈ സന്ദർശനത്തിൽ ഉൾപ്പെടുത്തിയിരിക്കുന്നത്. നഗരത്തിൽ രാവിലെ 7 മണി മുതൽ ഉച്ചയ്ക്ക് 2 വരെയാണ് ഗതാഗത ക്രമീകരണങ്ങൾ ഏർപ്പെടുത്തിയിരിക്കുന്നത്. ഗതാഗത നിയന്ത്രണം ഏർപ്പെടുത്തിയിട്ടുള്ള റോഡുകളിൽ പാർക്ക് ചെയ്യുന്ന വാഹനങ്ങളെ റിക്കവറി വാഹനം ഉപയോഗിച്ച് നീക്കം ചെയ്യുന്നതുൾപ്പെടെയുള്ള നിയമ നടപടികൾ സ്വീകരിക്കുമെന്ന് അധികൃതർ അറിയിച്ചിട്ടുണ്ട്. പ്രധാന റോഡിലേക്ക് വന്നു ചേരുന്ന ഇട റോഡുകളിലും വാഹന ഗതാഗതത്തിന് നിയന്ത്രണം ഏർപ്പെടുത്തും. രാവിലെ 10 മുതൽ 11 വരെയും ഉച്ചയ്ക്ക് 12 മുതൽ 1 വരെയും ഗതാഗതം വഴിതിരിച്ചുവിടും. ഡൊമസ്റ്റിക് എയർപോർട്ട് ഭാഗത്തു നിന്നും ശംഖുമുഖം വഴി പോകുന്ന വാഹനങ്ങൾ വലിയതുറ, പൊന്നറപ്പാലം, കല്ലുമൂട് ഭാഗം വഴിയും വെട്ടുകാട്, വേലി ഭാഗങ്ങളിൽ നിന്നും ഓൾ സെയിൻസ് വഴി പോകുന്ന വാഹനങ്ങൾ മാധവപുരം, വെൺപാലവട്ടം വഴിയും പോകണം. കഴക്കൂട്ടം ഭാഗത്തു നിന്നും ചാക്ക വഴി തിരുവനന്തപുരം സിറ്റിയിലേക്ക് പോകുന്ന വാഹനങ്ങൾ വെൺപാലവട്ടം, കുമാരപുരം, പട്ടം, കവടിയാർ വഴിയും പോകേണ്ടതാണ്. അതേസമയം തമിഴ്നാട്ടിൽ NDAയുടെ തെരഞ്ഞെടുപ്പ് പ്രചാരണത്തിന് തുടക്കം കുറിച്ച് പ്രധാനമന്ത്രി നരേന്ദ്രമോദിയുടെ റാലിയും ഇന്ന് നടക്കും. മോദിക്കൊപ്പം ഘടകകക്ഷി നേതാക്കളും അണിനിരക്കും. പ്രധാനമന്ത്രി തമിഴ്നാട്ടിലുള്ള ദിവസം തന്നെ VBG റാംജി ബില്ലിനെതിരെ ബദൽ ബിൽ അവതരിപ്പിക്കാൻ ഒരുങ്ങുകയാണ് മുഖ്യമന്ത്രി MK സ്റ്റാലിൻ. കേരളത്തിലെ പരിപാടികൾക്ക് ശേഷമാണ് മോദി തമിഴ്നാട്ടിലെത്തുക. ചെങ്കൽപ്പേട്ടിൽ ഉച്ചയ്ക്ക് ശേഷം 3-ന് തുടങ്ങുന്ന റാലിയിൽ എടപ്പാടി പളനിസ്വാമി, TTV ദിനകരൻ, അൻപുമണി രാമദാസ് തുടങ്ങിയ ഘടകകക്ഷി നേതാക്കളും പങ്കെടുക്കും. അഴിമതി, കുടുംബാധിപത്യം, ഹൈന്ദവ വിശ്വാസികൾക്കെതിരായ പീഡനം തുടങ്ങിയ ആരോപണങ്ങൾ ഉന്നയിച്ച് DMK സർക്കാരിനെതിരെ മോദി കടന്നാക്രമണം നടത്തുമെന്നാണ് സൂചന. പൊതുയോഗത്തിന് ശേഷം വൈകിട്ട് 5 മണിയോടെ മോദി ദില്ലിയിലേക്ക് മടങ്ങുമെന്നും അറിയിച്ചിട്ടുണ്ട്. ന്യൂസ് ഡെസ്ക് കർമ്മ ന്യൂസ്.